സാധാരണയായിട്ട് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ പലർക്കും വരുന്ന ഒരു സംശയമാണ് എത്ര തവണ പ്രദക്ഷിണം വെക്കണം എന്നുള്ളത്. അപ്പൊ ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ പ്രദക്ഷിണം എന്ന് വെച്ചാല് പ്രകർഷേണ മോക്ഷദായകം രോഗനാശകം ക്ഷേമവർദ്ധകം അങ്ങനെയാണ് പറയുക. അതുപോലെ തന്നെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നാമം ജപിക്കുന്നതും ഉത്തമമാണെന്ന് പറയാറുണ്ട് കേട്ടോ. സാധാരണയായിട്ട് ഗണപതിക്ക് ഒരു പ്രദക്ഷിണമാണ് ചെയ്യാറുള്ളത്. അത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് ഗണപതിക്ക് ഒരു പ്രദക്ഷിണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ശിവന് 3 പ്രദക്ഷിണമാണ് ചെയ്യുന്നത്. പക്ഷെ പൂർണ്ണ പ്രദക്ഷിണം അല്ലാട്ടോ, പൂർണ്ണമല്ലാത്ത പ്രദക്ഷിണമാണ് ചെയ്യാറ്. ഓവ് നമ്മള് മുറിച്ചു കടക്കാറില്ല. അതുപോലെ മഹാവിഷ്ണുവിനും ഭഗവതിക്കും 4 പ്രദക്ഷിണം വീതമാണ് ചെയ്യുന്നത്. ശാസ്താവിന് 5ഉം മുരുകന് 6ഉം അരയാലിന് 7ഉം പ്രദക്ഷിണമാണ് കേട്ടോ ചെയ്യാറുള്ളത്.